Hello guys, welcome back to my channel MMC Kitchen. So ഇന്ന് നമ്മള് പ്രത്യേകിച്ച് എനിക്ക് കോളേജ് ഹോളിഡേ ആണ് ഗൈസ്, ബിക്കോസ് ഇന്ന് വരമഹാലക്ഷ്മി ആയതുകൊണ്ട് ഗൈസ്. സോ ഞാൻ വിചാരിച്ചു വീട്ടിൽ ചുമ്മാ ബോർ അടിച്ചിരിക്കാതെ നമുക്ക് ഒരു സ്വീറ്റ്. സോ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് 1 കപ്പ് ഓഫ് മൈദ. ഓക്കെ, സോ മൈദ ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഒരു അര കപ്പ് വീറ്റ് ആഡ് ചെയ്യാം, അതായത് ഗോതമ്പാവ്, ബിക്കോസ് അതൊരു സ്മൂത്ത് ടെക്സ്ചർ നമുക്ക് തരും. സോ അത് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ എടുക്കാം. അടുത്തത് നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം ഉപ്പിന് വേണ്ടിയിട്ട് കണക്ക ഉണ്ടാക്കാണ്. സോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞു തന്നത്. ഇപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. സോ നിങ്ങൾ എന്നെ എൻ്റെ മലയാളം അഡ്ജസ്റ്റ് ചെയ്യണം, ബിക്കോസ് ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കർണാടക. സോ കർണാടകത്തിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഞാൻ കന്നഡ എനിക്ക് അടിച്ച് സംസാരിക്കുന്നതാണ്. പക്ഷെ എന്നാലും മലയാളമാണ് എൻ്റെ സ്പീഡിൽ സംസാരിക്കുന്ന ഭാഷ. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന ആ കൺസിസ്റ്റൻസി, അതിനെക്കാട്ടും ഒരു ലൂസ് കൺസിസ്റ്റൻസി, ആ ഒരു ഭാഗത്തിൽ നമ്മൾ കുഴക്കാം. അപ്പൊ നിങ്ങൾ നമ്മുടെ വിസിൽ അടിക്കുന്ന സൗണ്ട് കേട്ടല്ലോ, അതെന്താണെന്ന് വെച്ചാൽ ഈ ഒപ്പറ്റിന് ഫില്ലിംഗ് കൊടുക്കുന്നത് അത് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സ്വീറ്റ് കിട്ടുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടലപ്പരിപ്പ് വിസിൽ ബോയിൽ ചെയ്യാൻ വെക്കുന്നത്. വേവിക്കാൻ വേണ്ടിയിട്ട് 2 വിസിൽ എങ്കിലും വിടണം, അപ്പോഴാണ് കറക്റ്റായിട്ട് വരുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ കുഴക്കുന്ന മാവ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ വെച്ചിട്ട് നമുക്കത് പാകത്തിന് കുഴച്ചെടുക്കാം. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഒരളന്ന് കുഴച്ചിട്ടുണ്ട്. പക്ഷേ ഈ കണക്കാൻ്റെ പ്രത്യേകത എന്താ അറിയോ, കുറേ എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ മാവ് കണക്കാൻ നന്നായിട്ട് കൊണ്ടുവരുന്ന ഒരു പാകത്തിന്. അടിപൊളി ഗൈസ്, കണ്ടോ ഇപ്പൊ കറക്റ്റായിട്ട് വന്നു. സോ നമുക്ക് ഇപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. 2 hours റെസ്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് വന്ന് തുറക്കാം. ഓക്കെ, സോ ഗൈസ്, നമ്മളിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു 5-6 സ്പൂണ് വെള്ളം ഇങ്ങനെ ഒഴിച്ച് തിളപ്പിക്കുക. ഒരു കപ്പ് ജാഗ്രി ഇങ്ങനെ എടുക്കുക, അതായത് വെള്ളം. സോ ഈ വെള്ളത്തിൽ ആഡ് ചെയ്യാം. ഇതിൽ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ മിക്സ് ചെയ്ത് മെൽറ്റ് ആക്കണം. ഒപ്പറ്റിന്റെ സ്വീറ്റ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ജാഗ്രി നമ്മൾ ഉപയോഗിക്കുന്നത്. ഷുഗർ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, ബിക്കോസ് ഈ ഒരു സ്വീറ്റിന് ഒരു പ്രത്യേകത മെയിൻ തന്നെയാണ് ഈ ജാഗ്രി എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മൾ ജാഗ്രി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നല്ലോണം ഈ ഒരു ഭാഗത്തിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇരിക്കുന്ന സൗണ്ട് കേട്ടല്ലോ നിങ്ങൾ, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫ്രഷ് കാർഡമം സീഡ് തന്നെ അതന്നെ എടുത്തിട്ട് നമ്മൾ അതൊക്കെയല്ല ഇരിക്കുകയാണ്. ഓക്കെ, എൻ്റെ മമ്മി എൻ്റെ കൂടെ ഇരിക്കുന്നത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഡോണ്ട് മൈൻഡ്, എൻ്റെ മലയാളം ഇസ് നോട്ട് സ്ട്രേറ്റ്. ഓക്കെ, അപ്പം കാർഡമം ഇടാം ഗൈസ്, നമ്മൾ ഏലക്ക പൊടി. ഓക്കെ, ഏലക്ക അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 ഏലക്ക. ഓക്കെ, സോ അത് പൊടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ പോകും. ഇപ്പൊ ഈ ഒരു പാകത്തിലേക്ക് എത്തിയതുകൊണ്ട് നമ്മളിപ്പോ ബംഗാൾ ഗ്രാം ആഡ് ചെയ്യാൻ പോവാണ്, അതായത് ഈ പരിപ്പ്, വേവിച്ച പരിപ്പ്. ഓക്കെ, ഇത് ഞാൻ 2 വിസിൽ എടുത്തിട്ടുണ്ടാണ് പറഞ്ഞു ഞാൻ. ഓക്കെ, ഇത് പിയാതെ നോക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ബംഗാൾ ഗ്രാം ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ സ്വീറ്റ് ഫില്ലിങ്ങിന് നമ്മൾ ഈ ഒരു സ്മാഷി ടെക്സ്ചറിൽ എത്തിയ ശേഷം കുറച്ച് കൂളാക്കാൻ വെക്കണം. ഓക്കെ, കുറച്ച് റെസ്റ്റ് ആക്കി ഒരു 6 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇതെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കണം. അപ്പോൾ ഒരു 2 സെക്കൻഡ് അരച്ചാൽ മതി, ഇത്രയ്ക്ക് മതി. ഓവറായിട്ട് മാവാക്കി നമുക്ക് ആ ഒരു ഒബറ്റിന്റെ മറ്റേ ഫില്ലിംഗ് ഉള്ള ടെക്സ്ചർ കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഓഫ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ആക്കാം. സോ ഗൈസ്, ഇതാണ്ട് നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു. അല്ല, നമ്മുടെ മാവ് എങ്ങനെ ഉണ്ട് കൊള്ളാണ്. ഞങ്ങൾ എണ്ണയിട്ട് സോക്ക് ചെയ്തെടുത്ത മാവാണ് ഗൈസ്. അല്ല, അടിപൊളി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഒരു പ്രാവശ്യം കുഴച്ച് വെക്കാം. ഞാൻ പ്രാവശ്യം ഡംപ്ലിങ്സ് മാതിരി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത് മാറ്റി വെച്ച് നമ്മൾ ചെയ്ത് വെച്ച ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്യാം. ഇതാണ് ഫില്ലിങ്. ഓക്കെ, ഇത് നമ്മൾ ഒരു ചെറിയ ബോൾസ് ഉരുണ്ടയായിട്ട് പിടിച്ച് ഇത്രയ്ക്കുള്ള ചെറിയ സൈസിലെടുത്താൽ മതി. അതായത് നമുക്ക് കുറേ വരും. തുറന്നെടുത്തിട്ട് പ്ലേറ്റിലാണ് ഇടാം, ചെറുതാക്കിയിട്ട്. ഓക്കെ, വലിയ ലഡു സൈസിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഒരു സൈസ് കെട്ടി വെച്ച് 2 ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയ സൈസ് ഇത് നമ്മൾ എണ്ണ ഇട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. സോ ഇത് കുറച്ച് എണ്ണ പരത്താം. ഓക്കെ, പരത്തി ഇങ്ങനെ ഓൾറെഡി റെഡി ആയിട്ട് വെച്ചിട്ട്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കുറച്ച് വലിയ അളവിൽ മാവ് എടുത്തിട്ട് അത് നിങ്ങളുടെ കയ്യിൽ എണ്ണ പരത്തിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടി പിടിക്കത്തില്ല കയ്യിലേക്ക്. ഓക്കെ, സോ ഇതെടുത്ത് ഒരു ഉരുണ്ട എടുത്ത് എന്നിട്ട് കവറപ്പ് ചെയ്യാം. ഓക്കെ, ഫുൾ കവറപ്പ് ചെയ്തിട്ട് ശേഷം മാത്രമേ നിങ്ങൾ ബാക്കി വന്ന ലെഫ്റ്റ് ഓവേഴ്സ് മാത്രം എടുത്തു. ഇങ്ങനെ ഉരുണ്ട വയ്ക്കാം, നല്ലോണം കവറപ്പ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വയ്ക്കുന്നു. പ്ലാസ്റ്റിക് കവർ എടുത്ത് നമ്മൾ പതിയെ നമ്മൾ ഇങ്ങനെ പരത്താം. ഓക്കെ, ഇങ്ങനെ എടുക്കാം. ഈ ഒരു ഷേപ്പിൽ വന്നാണ് ഇത്രയും പെട്ടെന്ന് അത്രയും പിന്നാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് നന്നായിട്ട് കിട്ടും. ഓക്കെ, സാറിന് ഇങ്ങനെ ഫ്രൈ പാനിട്ട് പതിയെ എടുക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ
നമ്മളിത് സ്ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. സോ ഒരു സിം ഫ്ലെയിമിൽ വെച്ചാലേ നമുക്കത് ശരിയായി കിട്ടത്തുള്ളൂ. നിങ്ങൾ തിരിഞ്ഞു പോകും. ഓക്കെ, നമുക്ക് ഇതൊക്കെ തിരിച്ചെടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് നെയ്യ് എടുത്ത് ഓക്കെ, ഗീ. ആ ഗീ ആണ് ഈ സ്വീറ്റിന്റെ ഒരു പ്രത്യേകത, ഒരു ടേസ്റ്റ് തരുന്നത്. ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഗീ ഇട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ലൈക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചെടുക്കും. ഗൈസ് അടിപൊളി മണം ഗൈസ്. ഇങ്ങനെ മനസ്സിൽ നോക്കി അത്രയ്ക്ക് മണം വരിക. ദാറ്റ് അരോമ ഈസ് അത്യാവശ്യം കുറച്ച് തിന്നായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഇത് ഓക്കെ ആണ്. ഇത് മീഡിയം സൈസിലാണ് നമുക്ക് പറയാൻ കിട്ടും. പക്ഷെ തിന്നാകാൻ വേണ്ടത് നല്ല ടേസ്റ്റ് ആണ്. ഭയങ്കര ക്രിസ്പി ആയിട്ട് ആ ഒരു ടേസ്റ്റ് വേറെ ലെവൽ. പക്ഷെ ഇതും അടിപൊളിയാണ്. നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക ഇവിടെ സൈഡിൽ ഈ മൈദ മാവത്ത് നല്ലോണം വേഗണം. അതായത് നമുക്ക് കഴിക്കാൻ പറ്റും. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതെടുത്തിട്ട് ആക്കി വെച്ച ഒപ്പത്തിലേക്ക് കഴിക്കാം കേട്ടോ. ഞാൻ ഇതിന് മേലെ ബട്ടർ ഇടാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇടാം. അടിപൊളിയല്ലേ ഗൈസ്, പൊളിച്ചില്ലേ? ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. Until then, see you in the next video. Ta-da! Bye! ഞാൻ കഴിക്കാൻ കൊതിയായിട്ട് ഞാൻ ഒരു പക്ഷെ കഴിച്ചു നോക്കട്ടെ. കണ്ടോ ഗൈസ്, കണ്ടോ? അടിപൊളി കഴിക്കും.